എല്ലാം നിഴലിച്ചു നിന്നിരുന്നത് വ്യക്തിപരമായി അദ്ദേഹം സൂക്ഷിച്ചിരുന്ന വലിയൊരു ആത്മബന്ധത്തെയാണ്. എല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ഒരു വളരെ തികഞ്ഞ ഒരു രാഷ്ട്രീയക്കാരെന്ന നിലയിൽ ഈ മേഖലയോട് ഇവിടെ പറഞ്ഞതുപോലെ ഈജോൺ ജേക്കബിനെ പോലെ തന്നെ കുട്ടനാടിൻ്റെയും തിരുവല്ലായുടെയും ഒക്കെ കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾക്ക് അദ്ദേഹം വളരെ ശക്തമായ പോരാട്ടം നടത്തിയ ഒരാളാണ്. മാത്രമല്ല തൻ്റെ കൂടെ നിൽക്കുന്ന അനുയായികൾക്ക് വേണ്ടി യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരോടൊപ്പം നിന്നുകൊണ്ട് അവരൊരാളായി നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി നടത്തിയിട്ടുള്ള അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ കാണിക്കുന്ന വലിയൊരു സ്നേഹവും ആർജവും ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ വളരെ അപൂർവമായ ആളുകൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ആ കാര്യത്തിലൊക്കെ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം എടുത്ത ഒരാളാണ്. കേരള നിയമസഭയുടെ പ്രസംഗങ്ങളിൽ 2003 ജൂൺ മാസത്തിൽ നടത്തിയ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്നത്തെ റവന്യൂ ഒരു ബില്ലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം, അത് അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ അവസാന പ്രസംഗമായിരുന്നു. ആ പ്രസംഗം എടുത്ത് വായിച്ചാൽ എത്ര കൃത്യമായി അദ്ദേഹം ആ വിഷയത്തെ അവിടെ വളരെ ഗഹനമായി മനസ്സിലാക്കി പഠിച്ച് നിയമസഭയിൽ അവതരിപ്പിച്ച സാമാജികരിൽ ഒരാളാണ്. ഒരുപക്ഷെ ആ തലമുറയിൽ ഇന്നത്തെ ഓരോ കാലഘട്ടം കഴിയുന്നതോറും വിഷയങ്ങൾ ഗൗരവമായി പഠിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഏത് വിഷയമാണ് ആ വിഷയത്തെക്കുറിച്ചുള്ള വളരെ ഗഹനമായ ആഴത്തിൽ പഠിച്ച് അദ്ദേഹം നടത്തിയ അദ്ദേഹത്തിൻ്റെ ഈ അവസാനത്തെ നിയമസഭാ പ്രസംഗം തീർച്ചയായിട്ടും വായിക്കേണ്ടതാണ്. അത് ആ വിഷയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വളരെ ഗഹനവും നിയമസഭാ സാമാജികതയിൽ എത്രമാത്രം അദ്ദേഹം ഇടപെട്ടുന്നുള്ളതാണ്. അദ്ദേഹം മരിക്കുന്നതിൻ്റെ പിറ്റേന്ന് അദ്ദേഹം രോഗാവസ്ഥയിലേക്ക് മാറുന്നതിൻ്റെ അന്ന് നിയമസഭയിൽ അദ്ദേഹം അവസാനം കൊടുക്കുന്നൊരു വിക്ഷേപം ഉണ്ടായിരുന്നു, ഒരു കോളിംഗ് അറ്റൻഷൻ. ഈ കോളിംഗ് അറ്റൻഷന് കേരളത്തിലെ വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യവും സംവരണവും നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കോളിംഗ് അറ്റൻഷൻ അദ്ദേഹം സ്പീക്കർ അതിന് അനുമതി നൽകിയതാണ്. പക്ഷേ അദ്ദേഹത്തിന് അത് സഭയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴത്തേക്ക് അദ്ദേഹം ഹോസ്പിറ്റലൈസ് ചെയ്തു. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ, തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ, അതിൻ്റെ തൻ്റെ കർമ്മ ജീവിതത്തിൽ സാധാരണക്കാരുടെ ഇതുപോലുള്ള അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിയമസഭയിൽ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അദ്ദേഹം നടത്തിയിട്ടുള്ള ശ്രമങ്ങളുമൊക്കെ തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമായി നിയമസഭാ രേഖയിൽ ഉണ്ട് എന്നുള്ളത് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല വളരെ വലിയ വിപുലമായൊരു ആത്മബന്ധവും സുഹൃത്ബന്ധവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു നമുക്കറിയാം. പല ആളുകൾ ഇപ്പോഴും അദ്ദേഹത്തെ കാരണം 2003 ശേഷം 19 വർഷങ്ങൾ ആയി അദ്ദേഹം നമ്മളിൽ വിട പറഞ്ഞിട്ട്. പക്ഷെ എങ്കിൽ പോലും തിരുവല്ലായിലെ ഈ പ്രദേശത്തെ മാത്രമുള്ള കേരള കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർക്ക് മാത്രമല്ല, തിരുവല്ലായുടെ പൊതുസമൂഹത്തിൽ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ എല്ലാം മുമ്പിലും അവരുടെയൊക്കെ മനസ്സിലും മാമൻ മത്തായി എന്ന വ്യക്തിയുടെ രൂപവും അദ്ദേഹത്തിൻ്റെ ഇടപെടലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ശക്തമായ നേതൃത്വവും എല്ലാവരുടെയും മനസ്സിലുണ്ടെന്ന് ഞാൻ ഓർക്കുകയാണ്. ഞാൻ അടുത്ത കാലത്ത് നമ്മുടെ പ്രസാദ് സാറിനെ സന്ദർശികമായി എൻ്റെ ഒരു സുഹൃത്തും പ്രസാദ് സാറുമായിട്ടുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ പേരിൽ ഞങ്ങൾ ഒരിക്കൽ ഇവിടെ ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ ഞാൻ കണ്ടു. പ്രസാദ് സാറ് എന്നോട് പറഞ്ഞ ഏക വ്യക്തിയുടെ പേര് അദ്ദേഹത്തെ കുറിച്ചാണ്. മാമൻ മത്തായിയുമായിട്ടുണ്ടായിരുന്ന അവരുടെയൊക്കെ വലിയൊരു ബന്ധവും അങ്ങനെ എൻ്റെ അച്ഛനെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചൊരു കാര്യം ഞാൻ പറഞ്ഞത്. വർഷങ്ങൾക്ക് ശേഷവും പല ആളുകളും കേരള കോൺഗ്രസ്സുകാരുണ്ട്, പക്ഷേ അവരുടെ പല ആളുകളുടെയും മനസ്സിൽ മാമൻ മത്തായി എന്ന വ്യക്തിയെ യഥാർത്ഥത്തിൽ ഇപ്പോഴും ഓർമ്മിക്കപ്പെടുന്നു എന്നുള്ളത് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ള വലിയ പ്രവർത്തനത്തിൻ്റെയും സംഭാവനയുടെ ഭാഗമാണ്. നമ്മുടെ ഈ ജില്ലയിലെ പാർട്ടിയുടെയും ജില്ലയിൽ മാത്രമല്ല, ഇവരൊക്കെ ഒരു വിവിധ തലമുറയിലെ കേരള കോൺഗ്രസ് പാർട്ടി പ്രവർത്തനം. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും വലിയൊരു പ്രശ്നം, ഞാൻ ഇന്ന് ഈ ഒരു അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ ഓർക്കുന്നൊരു കാര്യം, നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാർട്ടിയുടെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് ഈ പാർട്ടിയിലെ ആളുകൾ തമ്മിലുള്ള, നേതാക്കന്മാർ തമ്മിലുള്ള, അല്ലെങ്കിൽ നേതാക്കന്മാരും പാർട്ടിയുടെ അണികളും തമ്മിലുള്ള വലിയൊരു ആത്മബന്ധം. ഇതൊരു കുടുംബം പോലെയുള്ള ഒരു പ്രസ്ഥാനം. ഒരിക്കലും ഇതൊരു കേരള പാർട്ടിയാണെന്ന് വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. കേരള പാർട്ടി ആകാനും പറ്റുകയില്ല. കാരണം ഇതിൻ്റെ സ്വഭാവമാണ് ഈ പറഞ്ഞ വ്യക്തിത്വങ്ങളോടൊക്കെയുള്ള നമ്മുടെ ആദരവും സ്നേഹവും ഒക്കെ വ്യക്തിപരമായി അവരൊക്കെ നമ്മുടെ സ്വന്തം ആളുകളാണ് എന്നുള്ള ഒരു ആത്മബന്ധമാണ് സത്യത്തിൽ ഓരോ കേരള കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരെയും സത്യത്തിൽ നേതാക്കന്മാരുമായിട്ട് അവരുടെ ആ അടുപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി. പക്ഷേ പുതിയ കാലഘട്ടത്തിൽ അതല്പം കുറഞ്ഞു പോകുന്നു എന്നുള്ളൊരു ശങ്ക ഞാൻ ഈ പാർട്ടിയോടൊപ്പം സഞ്ചരിച്ച ഒരാളിൻ്റെ മകനെന്ന നിലയിൽ കൂടി
ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു ബന്ധം. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ വീട്ടിൽ കടന്നു വരുമ്പോൾ വിജയ എന്ന് വിളിക്കുന്ന ബന്ധം ഞങ്ങളുടെ സ്വന്തം ഒരാളിനെ വിളിക്കുന്ന അതേ ബന്ധത്തിലാണ്, ആ ഒരു ബന്ധത്തിലാണ് വിളിക്കുന്നത്. ഇന്ന് അങ്ങനെയുള്ള ഒരു ബന്ധമോ സ്നേഹത്തിൻ്റെ വിളിയോ പലപ്പോഴും കുറഞ്ഞു വരുന്നോ എന്നുള്ളത് ഇവിടെ മാത്രമല്ല, എല്ലാ പ്രസ്ഥാനങ്ങളിലും കുറഞ്ഞു വരുന്നോ എന്നുള്ളത് തീർച്ചയായിട്ടും ഓർക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വരുന്നു, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ പ്രസ്ഥാനത്തിന് അത്തരം ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുക എന്നുള്ളത് ഈ പാർട്ടിയുടെ നിലനിൽപ്പിന് മുൻപോട്ടുള്ള യാത്രയ്ക്കും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെയാണ് ഈ അനുസ്മരണത്തിൻ്റെയൊക്കെ പ്രത്യേകത. കാരണം അവരൊക്കെ കാണിച്ചു തന്ന വഴികളും ചില ബന്ധങ്ങളും ചില കണ്ണികളും അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ള ചില കാഴ്ചപ്പാടുകളും ഒക്കെ തന്നെ ഒരു കേരള കോൺഗ്രസ്സുകാരന് വിസ്മരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അതെന്നോ നഷ്ടപ്പെടുന്നു വന്നപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അതുകൊണ്ടാണ് മൺമറഞ്ഞു പോയ നമ്മുടെ നേതാക്കന്മാരെയൊക്കെ നമ്മൾ അനുസ്മരിക്കുന്നത്. അവർ കാണിച്ചു തന്ന വഴികൾ, അവർ കാണിച്ചു തന്ന രാഷ്ട്രീയത്തിൻ്റെതായ ഒരു നല്ല വഴികൾ, നല്ല സമീപനങ്ങൾ, നല്ല കാഴ്ചപ്പാടുകൾ, അത് പുലർത്താൻ ഓരോ കേരള കോൺഗ്രസ്സുകാരനും പ്രതിബദ്ധതയുണ്ട് എന്നുള്ള പ്രതിജ്ഞയുടെ ഓർമ്മക്കുറിപ്പ് കൂടിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഇത്തരം അനുസ്മരണ സമ്മേളനങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി കേരള കോൺഗ്രസ് പാർട്ടിക്ക് ശക്തിയും കരുത്തും നൽകി നമ്മളിൽ നിന്ന് അകന്നുപോയ, വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ട രണ്ട് നേതാക്കന്മാർ ശ്രീ ജോൺ ജേക്കബ് അവരുടെയും പ്രിയങ്കരനായ ശ്രീ മാമൻ മത്തായി അവരുടെയും ഈ സന്ദർഭത്തിൽ ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ട് അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ എൻ്റെ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.